ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മുടെ ഇന്ന് നടന്ന PSC കമ്മീഷൻ യോഗ, പ്രധാനപ്പെട്ട കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ എത്ര പേരാണ് ഐയുടെ എക്സാം എഴുതിയേക്കുന്നത്, ഓക്കെ, ഐയുടെ എക്സാം എഴുതിയേക്കുന്നത് എത്ര പേരാണെന്ന് നമുക്ക് നോക്കാം. അതുകൂടാണ്ട് ഐയുടെ ഷോർട്ട് ലിസ്റ്റ് എപ്പോഴായിരിക്കും വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് വരാം. അപ്പൊ ഇതിലിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നടന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് താഴെ പറയുന്ന തസ്തികകളിലേക്ക് അഭിമുഖം നടത്താൻ വേണ്ടി അവിടെ തീരുമാനമായിട്ടുണ്ട്. അതുകൂടാണ്ടോ താഴെ പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. അതായത് ഈ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വകുപ്പിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കാര്യം നമ്പർ 30/2024 IO എന്ന് പറഞ്ഞ പോസ്റ്റിൽ അവരവരുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ചുരുക്കപ്പട്ടിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഷോർട്ട് ലിസ്റ്റ്. അപ്പോ ഇത് നിങ്ങൾ വിചാരിക്കുന്നതിനും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാണ്ട് തീരുമാനമായി എന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ വരുന്നു. അപ്പൊ അവിടെ അങ്ങനെ പെട്ടെന്നൊന്നും നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ടാവില്ല. നമ്മൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ഒക്കെ എന്താ ഒരു ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടൂ. ഓക്കെ, ജൂൺ, ഓക്കെ, മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് മാത്രമേ മിനിമം നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഷോർട്ട് ലിസ്റ്റ് എക്സ്പെക്ട് ചെയ്യണം. കാരണം വെച്ചാൽ അവരിതിൽ തീരുമാനമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് അവിടെ വാല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം വെച്ചാൽ ഫൈനൽ ആൻസർക്ക് ഓൾറെഡി വന്നു. അപ്പൊ ഫൈനൽ ആൻസർക്ക് വന്നു കഴിഞ്ഞാലാണ് അടുത്ത സ്റ്റെപ്പാണ് എന്ത് ചെയ്തേക്കുന്നത്, ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനമാവും. അപ്പൊ ആ ഒരു ഫൈനൽ ആൻസർക്ക് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് അവരോട് എത്ര പേരെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അതൊക്കെ ഇതിലാണ് തീരുമാനിക്കുന്നുണ്ടാവും. അപ്പൊ അതിനുശേഷം ഒരു വാല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം എത്ര പേര് ഒരു ഏകദേശം ഒരു കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യും. എന്നിട്ട് ഇത്ര ആൾക്കാരെ ഇതാക്കാവുന്ന രീതിയിൽ എന്നിട്ട് മാത്രം എന്തെങ്കിലും ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുള്ളൂ. അതിന് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും, അവിടെ ഇനി ഇതിൽ സാധ്യതയുള്ള, അതായത് റാങ്ക് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് പോകും, പ്രൊഫൈൽ മെസ്സേജ് പോകും, അല്ലെ, അതായത് ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുള്ളൂ, പിന്നെ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് വരുള്ളൂ. അപ്പൊ അതൊരു ലോങ് പ്രോസസ് ആണ്. അപ്പൊ ജൂണിലൊക്കെ മാത്രം നമുക്ക് ഇതിന്റെ എക്സ്പെക്ട് ചെയ്യേണ്ടു, അതായത് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടു, എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യം അവിടെയുള്ളൂ. ഓക്കെ, അപ്പോ അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് കമ്മീഷൻ യോഗ തീരുമാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ടെക്നിക്കലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര പേരാണ് എക്സാം അറ്റൻഡ് ചെയ്തതെന്നില്ലാരും നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, RT കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഏകദേശം 10,000ഓളം, 10,000-ഓളം ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഏകദേശം 30,000-ത്തിലധികം ആൾക്കാർ എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. 30,000 മേലെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 20,000 അടുത്തോളം ആൾക്കാർ എന്ത് ചെയ്തു, കൺഫർമേഷൻ കൊടുത്തു. ഏകദേശം 10,000ഓളം ആൾക്കാർ എന്ത് ചെയ്തു, അവിടെ എക്സാം അറ്റൻഡ് ചെയ്തു. ഓക്കെ, ഞാൻ ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും എന്താ, ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളത്. എനിവേ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.